ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. ഉപ്പിലിട്ട അരിനെല്ലിക്ക വെച്ച് ഉണ്ടാക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഉപ്പിലിട്ട അരിനെല്ലിക്ക ഇട്ട് കൊടുക്കാം. അരിനെല്ലിക്ക ഞാനിവിടെ 1 മാസം മുന്നേ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വിനാഗിരിയും ചേർത്തതിന് ശേഷം ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. ബൗളിൻ്റെ ഒരു പകുതി ആവുന്നവരെ ഞാനിതിലേക്ക് അരിനെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഞാനിതിലേക്ക് അരിനെല്ലിക്ക മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അരിനെല്ലിക്ക ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിനെല്ലിക്ക ഇട്ട് വെച്ച ഉപ്പുവെള്ളം തന്നെ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അരിനെല്ലിക്ക മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും മുളക് പൊടിയും മൂപ്പിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നാലും ഞാനിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 8-10 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇവിടെ കൂടുതൽ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ മൂപ്പിച്ചെടുത്താൽ മതിയാവും. വെളുത്തുള്ളി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമുക്കിവിടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂട് പോയതിന് ശേഷമാണ് നമുക്കിത് അരിനെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അരിനെല്ലിക്കയിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1 ചെറിയ കഷ്ണം കായവും കൂടി ചൂടാക്കി പൊടിച്ചതും അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുകും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ പൊടിച്ച പൊടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ച വെളുത്തുള്ളിയും മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് അച്ചാറിൻ്റെ മുകളിലായിട്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അച്ചാർ പെട്ടെന്ന് കേടുവരില്ല. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അരിനെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക് യു.